ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇതാണ് അമ്പാട്ടുകടവ്. കുറേ നാളായിട്ട് ഇവിടെ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. അപ്പോൾ ഓർത്തു നേരിട്ടൊന്ന് കണ്ടിട്ട് വരാമെന്ന്. അമ്പാട്ടുകടവ് അറിയാത്ത കോട്ടയംകാർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് പുതുപ്പള്ളിക്ക് അടുത്താണ്. പിന്നെ മലരിക്കൽ പോലെ അത്ര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആര് രാവിലെ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണുന്നതിനേക്കാളും നേരിൽ കാണുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ കുഞ്ഞു ബോട്ടിലെ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇങ്ങനെ പതുക്കെ വെള്ളത്തിൽ കൂടെ നീങ്ങുമ്പോൾ ഉണ്ടല്ലോ, ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ നല്ല രസമായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല തണുത്ത കാറ്റും. ആമ്പൽപ്പൂക്കളുടെ നടുവിലൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് ശരിക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് വരെ ആരും അമ്പാട്ടുകടവിലോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുകയാണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഈ ബോട്ട് ഓടിച്ചത് സോമൻ ചേട്ടനാണ്. ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ഈ ആമ്പൽപ്പൂക്കളെല്ലാം എനിക്ക് പറിച്ചു തന്നത് ചേട്ടനാട്ടോ. അപ്പം നിങ്ങളും അമ്പാട്ടുകടവിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സോമൻ ചേട്ടനെ തന്നെ ബന്ധപ്പെടാം. ചേട്ടൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവേ. അപ്പം ശരി, വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.